ലോഗോസ് ക്വിസ് 2024 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 ഭാഗം 1. ചോദ്യം 1. കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്ക് കർത്താവ് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഉത്തരം 7 വർഷത്തേക്ക്. ചോദ്യം 2. ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടത് എന്ത്? ഉത്തരം മിദ്യാൻകാരുടെ കരം. ചോദ്യം 3. മിദ്യാൻകാരെ ഭയന്ന് ഇസ്രായേൽ ജനം എന്തെല്ലാം നിർമ്മിച്ചു? ഉത്തരം മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും. ചോദ്യം 4. മിദ്യാൻകാരെ ഭയന്ന് ഇസ്രായേൽ ജനം മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത് എവിടെ? ഉത്തരം പർവ്വതങ്ങളിൽ. ചോദ്യം 5. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ വന്ന് അവരെ ആക്രമിച്ചിരുന്നത് ആരെല്ലാം? ഉത്തരം മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും. ചോദ്യം 6. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഇസ്രായേലിനെതിരെ താവളമടിച്ച് എവിടെ വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു? ഉത്തരം ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള. 7. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് എന്തെല്ലാം ശേഷിച്ചില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ആടോ മാടോ കഴുതയോ. ചോദ്യം 8. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും എന്തുപോലെയാണ് സംഖ്യാതീതമായി വന്നു കൂടിയിരുന്നത്? ഉത്തരം വെട്ടുകിളികളെ പോലെ. ചോദ്യം 9. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്ന് കൂടിയിരുന്നത് എന്തിലെല്ലാം? ഉത്തരം കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും. ചോദ്യം 10. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും പോലെ എണ്ണമറ്റവയായിരുന്നത് എന്ത്? ഉത്തരം അവരുടെ ഒട്ടകങ്ങളും. ചോദ്യം 11. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും വരുന്നതോടെ സംഭവിക്കും എന്ത് എന്നാണ് പറയുന്നത്? ഉത്തരം ദേശം ശൂന്യമാകും. ചോദ്യം 12. ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത്? ഉത്തരം മിദ്യാൻ. ചോദ്യം 13. മിദ്യാൻ നിമിത്തം വളരെ ശോഷിച്ചപ്പോൾ ഇസ്രായേൽ ചെയ്തത് എന്ത്? ഉത്തരം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ചോദ്യം 14. ഇസ്രായേൽ ജനം മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് അയച്ചത് ആരെ? ഉത്തരം ഒരു പ്രവാചകനെ. ചോദ്യം 15. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്ത് അരുളി ചെയ്യുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്? ഉത്തരം ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ചോദ്യം 16. ആരുടെ കൈകളിൽ നിന്നാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവരെ മോചിപ്പിച്ചത്? ഉത്തരം ഈജിപ്തുകാരുടെയും പീഡകരുടെയും. ചോദ്യം 17. എപ്രകാരമാണ് ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവരെ മോചിപ്പിച്ചത്? ഉത്തരം ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അവരെ തുരത്തി. ചോദ്യം 18. ആരുടെ ദേശമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്ക് നൽകിയത്? ഉത്തരം ഈജിപ്തുകാരുടെയും പീഡകരുടെയും. ചോദ്യം 19. ആരെ വന്ദിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പറയുന്നത്? ഉത്തരം അമോര്യരുടെ ദേവന്മാരെ. ചോദ്യം 20. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ എന്തിനു കീഴിലാണ് ഇരുന്നത്? ഉത്തരം ഓക്കുമരത്തിന് കീഴിൽ. ചോദ്യം 21. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ എവിടെ വന്നാണ് ഓക്കുമരത്തിന്റെ കീഴിൽ ഇരുന്നത്? ഉത്തരം ഓഫ്രായിൽ. ചോദ്യം 22. യോവാഷിന്റെ വംശം ഏത്? ഉത്തരം അബിയേസർ. ചോദ്യം 23. യോവാഷിന്റെ പുത്രൻ ആര്? ഉത്തരം ഗിദെയോൻ. ചോദ്യം 24. ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയായിരുന്നു? ഉത്തരം മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ചോദ്യം 26. കർത്താവിന്റെ ദൂതൻ ഗിദെയോന് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം ധീരനും ശക്തനുമായ മനുഷ്യ. ചോദ്യം 26. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ ഗിദെയോൻ ചോദിച്ചത് എന്ത്? ഉത്തരം പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ചോദ്യം 27.
ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന എന്തിനെ കുറിച്ചാണ് എവിടെ എന്ന് ഗിദെയോൻ ചോദിക്കുന്നത്? ഉത്തരം: അത്ഭുത പ്രവർത്തികൾ. ചോദ്യം 28. ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അത്ഭുത പ്രവർത്തികൾ എന്താണെന്നാണ് ഗിദെയോൻ പറയുന്നത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ? ചോദ്യം 29. ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഗിദെയോൻ പറയുന്നത്? ഉത്തരം: മിദ്യാൻകാരുടെ. ചോദ്യം 30. എപ്രകാരം പോയി ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം: സർവശക്തിയോടും കൂടെ. ചോദ്യം 31. നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഗിദെയോൻ പറഞ്ഞത് എന്ത്? ഉത്തരം: അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? ചോദ്യം 32. ഗിദെയോന്റെ ഗോത്രം ഏത്? ഉത്തരം: മനാസെ. ചോദ്യം 33. മനാസയുടെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലമായ വംശം ഏതാണെന്നാണ് ഗിദെയോൻ പറയുന്നത്? ഉത്തരം: അബിയേസർ. തന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരൻ ആരാണെന്നാണ് ഗിദെയോൻ പറയുന്നത്? ഉത്തരം: ഗിദെയോൻ. ചോദ്യം 35. ആരെന്ന മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും പോലെ എന്നാണ് കർത്താവ് ഗിദെയോനോട് പറയുന്നത്? ഉത്തരം: ഒറ്റയാളെന്ന പോലെ. ചോദ്യം 36. എന്തിനുള്ള ഒരടയാളം തനിക്ക് തരണമെന്നാണ് ഗിദെയോൻ കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന്. ചോദ്യം 37. എപ്രകാരമാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരു അടയാളം തരണമെന്നാണ് ഗിദെയോൻ കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ. ചോദ്യം 38. എപ്പോൾ വരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുത് എന്നാണ് ഗിദെയോൻ കർത്താവിനോട് പറയുന്നത്? ഉത്തരം: ഞാൻ തിരിച്ചു വരുന്നത് വരെ. ചോദ്യം 39. താൻ എന്ത് തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ എന്നാണ് ഗിദെയോൻ കർത്താവിനോട് പറയുന്നത്? ഉത്തരം: എന്റെ കാഴ്ച. ചോദ്യം 40. ഞാൻ തിരിച്ചു വരുന്നത് വരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ, ഞാൻ എന്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ എപ്പോൾ വരെ ഞാൻ കാത്തിരിക്കാം എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: നീ തിരിച്ചു വരുന്നത് വരെ. ചോദ്യം 41. ഗിദെയോൻ വീട്ടിൽ പോയി പാകം ചെയ്തത് എന്ത്? ഉത്തരം: ഒരാട്ടിൻകുട്ടിയെ. ചോദ്യം 42. ഗിദെയോൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്തതോടൊപ്പം ഉണ്ടാക്കിയത് എന്ത്? ഉത്തരം: പുളിപ്പില്ലാത്ത അപ്പം. ചോദ്യം 43. എത്ര മാവ് കൊണ്ടാണ് ഗിദെയോൻ അപ്പം ഉണ്ടാക്കിയത്? ഉത്തരം: ഒരു ഏഫാ മാവ് കൊണ്ട്. ചോദ്യം 44. എന്തിലാണ് ഗിദെയോൻ മാംസം കർത്താവിന് കാഴ്ചവെച്ചത്? ഉത്തരം: ഒരു കുട്ടയിൽ. ചോദ്യം 45. എന്തിലാണ് ഗിദെയോൻ ചാറ് കർത്താവിന് കാഴ്ചവെച്ചത്? ഉത്തരം: ഒരു പാത്രത്തിൽ. ചോദ്യം 46. മാംസം ഒരു കുട്ടയിലും ചോറ് ഒരു പാത്രത്തിലും എവിടെയാണാക്കി ഗിദെയോൻ കർത്താവിന് കാഴ്ചവെച്ചത്? ഉത്തരം: ഓക്ക് മരത്തിൻ കീഴിൽ കൊണ്ടുവന്ന്. ചോദ്യം 47. എന്തെടുത്ത് ഈ പാറമേൽ വെക്കുക എന്നാണ് ദൈവദൂതൻ പറഞ്ഞത്? ഉത്തരം: ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും. ചോദ്യം 48. ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും പാറമേൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക എന്നാണ് ദൈവദൂതൻ പറഞ്ഞത്? ഉത്തരം: ചാറ് അതിന്മേൽ ഒഴിക്കുക. ചോദ്യം 49. ആര് പറഞ്ഞതുപോലെയാണ് ഗിദെയോൻ ചെയ്തത്? ഉത്തരം: ദൈവദൂതൻ. ചോദ്യം 50. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടത് എന്തുപയോഗിച്ച്? ഉത്തരം: കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട്. ചോദ്യം 52. മാംസവും അപ്പവും ദഹിപ്പിച്ചത് എപ്രകാരം? ഉത്തരം: പാറയിൽ നിന്ന് തീ ഉയർന്ന്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ദാസ്യഭവനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ദേശത്തെ? ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.